ഞാൻ അബ്ദു പൊയിലഗ്രോഫാം. ഇന്ന് ഞങ്ങൾ ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ സ്ഥലത്തിന്റെ പേരെന്താ? ഇത് റൈസ് ടെറസ്. റൈസ് ടെറസ്. അത് റൈസ് ടെറസ് എന്ന് പറയാൻ കാരണം ഇത് കണ്ടോ, നോക്കി താഴെ നോക്കി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നോക്കി. ഇതിപ്പോ നെല്ല് കൊയ്ത സ്ഥലമാണ് കണ്ടോ. നെൽപ്പാടങ്ങള് ടെറസിന്റെ മുകളിലാണ്, ഹിൽ ഏരിയയിൽ നെല്ലുണ്ടാക്കുക. നമ്മുടെ നാട്ടില് വയലെന്നെ മണ്ണിട്ട് തൂർത്തിട്ട് വായ വെക്കുകയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ നടുകയാണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താ അറിയോ, ഇതൊരു കൺജസ്റ്റഡ് ഏരിയ ആണ്. വെള്ളം താഴുണ്ട്. നമ്മുടെ നാട്ടിൽ ആനക്കാമ്പയില് കക്കാമ്പടയിലൊക്കെ പറഞ്ഞ മാതിരി ഇത് കണ്ടോളി. മുകളിലോട്ട് നോക്ക്, ഫുള്ളായിട്ട് റിസോർട്ടുകളാണ്. ഈ റിസോർട്ട്, സ്വിമ്മിംഗ് പൂള്, ഒരു JCBന്റെ പണി പോലും എടുക്കാതെ, ഒരു ദിവസത്തെ JCBന്റെ പണി പോലും എടുത്തില്ല. നമ്മുടെ നാട്ടിൽ റിസോർട്ട് ഉണ്ടാക്കണ എന്താ ചെയ്യാ, JCB മാന്തി പിറ്റേന്ന് ഉരുളുപൊട്ടല് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവിടെ ഒന്നുമില്ല, ഫുള്ള് ഗ്രില്ലിന് മുകളിൽ. എവിടെയെങ്കിലും JCBന്റെ പണി ലെവലാക്കി കാണില്ലല്ലോ. ഇതാ നോക്കി, ഫുള്ളായിട്ട്. ഇങ്ങോട്ട് നമുക്ക് കടക്കണമെങ്കിൽ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എത്ര അറിയോ? എത്ര? 300 രൂപ. ഇന്ത്യൻ മണി 300 രൂപ വരും ഇങ്ങോട്ട് കടക്കണമെങ്കിൽ. പൂളിൽ കുളിക്കണമെങ്കിൽ അതിന് ഒരുപാട് പൈസ വേറെ വരും. ഭക്ഷണം കഴിക്കണമെങ്കിൽ വേറെ. കണ്ടമാനം ടൂറിസ്റ്റുകൾ വേൾഡിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. പ്രശ്നം എന്താ വെച്ചാൽ നിരത്താൻ പാടില്ല. കണ്ടോ, കറക്റ്റ് നോക്കി. ഇടയിലൊക്കെ കോഫി പ്ലാന്റേഷന്. ആ സ്റ്റെയർ കേസ് ഒക്കെ നോക്ക്, വെറും മരം കൊണ്ട് അടിച്ചുണ്ടാക്കിയതാണ് സ്റ്റെയർ കേസ്. വേറെ ഒരു കൺസ്ട്രക്ഷനും ഇല്ല. സ്വിമ്മിംഗ് പൂള് കാണുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളില്ലേ? അതാ ഇൻഫിനിറ്റി പൂളും ഉണ്ട്. ഇന്നത്തെ ടൂറിസം ഇങ്ങനെയാണ് ടൂറിസം ഉണ്ടാക്കില്ല. അല്ല കുന്ന് നിരത്തി ഇടിച്ച് നിരത്തിട്ട് അത് പിന്നെ ഉരുള് പൊട്ടുന്ന രീതിയിലാവരുത്. ഇത് കേരളത്തിൽ നമ്മൾ കണ്ട് പഠിക്കണം ഇങ്ങനത്തെ സംഗതികൾ. കൃഷിനെ നശിപ്പിക്കുന്നില്ല. ഇതിൽ തന്നെ നെല്ലിന്റെ കൃഷിയുണ്ട്, തേങ്ങ, പിന്നെ കാപ്പി, എല്ലാ കൃഷികളും നാച്ചുറൽ ആയിട്ട്. ഇതാണ് നാച്ചുറൽ പൂള്, അല്ല നാച്ചുറൽ കൺസ്ട്രക്ഷൻ. ഇതിങ്ങനെ കേരളത്തിലെ ആൾക്കാർ കണ്ടു പഠിച്ച് ചെയ്യണം. ഓക്കെ, ബൈ.